നമസ്കാരം. ഗോദ്ര കൂട്ടക്കുരുതി അഭ്രപാളികയിൽ ആവിഷ്കരിച്ച ദി സബർമതി റിപ്പോർട്ട് കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA MPമാർക്കൊപ്പം പാർലമെന്റ് കോംപ്ലക്സ് ലൈബ്രറിയിലാണ് അദ്ദേഹം സിനിമ ആസ്വദിച്ചത്. ഇതിന്റെ ചിത്രങ്ങളും അദ്ദേഹം എക്സിലൂടെ പങ്കിട്ടു. ഈ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സബർമതി റിപ്പോർട്ട് NDAയിലെ MPമാർക്കൊപ്പം കണ്ടു. ചിത്രത്തിന്റെ നിർമ്മാതാക്കളെയും അവരുടെ പ്രയത്നത്തെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്ന് പ്രധാനമന്ത്രി കുറിച്ചു. സബർമതി റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന് പിന്നാലെ പ്രധാനമന്ത്രി സിനിമയുടെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിച്ചിരുന്നു. സാധാരണ ജനങ്ങൾക്ക് കാണാനായി സത്യങ്ങൾ പുറത്തു വരുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ സത്യം പുറത്തു വരുന്നത് നല്ലതാണ്. ഒരു വ്യാജ ആഖ്യാനം പരിമിത കാലത്തേക്ക് മാത്രമേ നിലനിൽക്കൂ. ഗുജറാത്തിൽ വ്യാപകമായ അശാന്തിക്ക് കാരണമായി. ഒടുവിൽ വസ്തുതകൾ പതിയെ പുറത്തുവരും എന്ന് ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നു. അതേസമയം ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരുന്ന സിനിമ എന്നാണ് സബർമതി റിപ്പോർട്ടിനെ കുറിച്ച് ജേർണലിസ്റ്റ് അലോക് ഭട്ട് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഈ പോസ്റ്റ് പ്രധാനമന്ത്രി മോദിയും പങ്കുവച്ചിട്ടുണ്ട്. 2002 ഫെബ്രുവരി 27-ന് സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ചിന് തീവച്ച് 59 കർസേവകരെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ. അയോധ്യയിൽ നിന്ന് മടങ്ങിയ കർസേവകരെയായിരുന്നു ട്രെയിനിലെ കോച്ചുകളിൽ ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ടവരിൽ 27 സ്ത്രീകളും 10 കുട്ടികളും ഉൾപ്പെടും. വളച്ചൊടിച്ച് പ്രചരിക്കപ്പെട്ട നുണകളെ സിനിമയിലൂടെ പൊളിച്ചെടുക്കുന്നുവെന്നും സത്യം മുന്നിലെത്തിയെന്നുമാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. സബർമതി റിപ്പോർട്ട് എന്ന സിനിമ 19 ദിവസത്തിൽ 30 കോടിയോളം നേടി മുന്നേറുകയാണ്. മോദി പ്രധാനമന്ത്രിയായ ശേഷം 10 വർഷത്തിൽ കണ്ട ചുരുക്കം സിനിമകളിൽ ഒന്നാണ് സബർമതി റിപ്പോർട്ട്. തന്റെ മകളുടെ പേരിൽ പ്രധാനമന്ത്രി മോദിയോടൊപ്പം സിനിമ കാണാൻ കഴിഞ്ഞതിൽ സന്തുഷ്ടനാണെന്ന് ഹിന്ദി നടൻ ജിതേന്ദ്ര പറയുന്നു. ജിതേന്ദ്രയുടെ മകൾ ഏക്ത കപൂർ ആണ് സബർമതി റിപ്പോർട്ടിന്റെ നിർമ്മാതാവ്. മോദി ഈ സിനിമ കാണാൻ പ്രത്യേകം കാരണമുണ്ട്. കാരണം ഈ സിനിമ ഗോദ്ര തീവണ്ടിയിലെ തീവെപ്പാണ് കാണിക്കുന്നത്. ഏകദേശം 16 ദിവസം പ്രായമായ കുഞ്ഞടക്കം 59 പേർ ചുട്ടുകൊല്ലപ്പെട്ട ഗോദ്ര കലാപത്തെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റ് കുറെ നഗ്ന സത്യങ്ങൾ തിരിച്ചറിയുകയാണ്. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ മോദി കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്ന NGO സംഘടനകൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ഈ സിനിമ. NGO സംഘടനയായ സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന സംഘടനയുടെ സെക്രട്ടറി തീസ്ത സെതൻവാദ് എത്രയോ വർഷമായി ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ നരേന്ദ്രമോദിക്കെതിരെ ആക്രമണം നടത്തി വരികയാണ്. അവർ സുപ്രീം കോടതിയിൽ വരെ മോദിക്കെതിരെ പോയി, പക്ഷെ പരാജയപ്പെട്ടു. സഞ്ജയ് ഭട്ട് എന്ന ഗുജറാത്തിലെ പോലീസ് ഓഫീസർക്ക് മൻമോഹൻ സിംഗിന്റെ കാലത്തെ ഗുജറാത്ത് സർക്കാർ ഡബിൾ പ്രൊമോഷനാണ് നൽകിയത്. ഈ പോലീസ് ഓഫീസറും ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ മോദിയെ വേട്ടയാടാൻ തുനിഞ്ഞിരുന്നു. ഗോദ്ര തീവണ്ടിയിലെ ഈ ബോയിങ്ങിൽ പുറത്തുനിന്നും തീ കൊളുത്തുകയാണ് ഉണ്ടായതെന്ന് പറയുന്നു. മാത്രമല്ല, ബോയിങ്ങുള്ളിലെ ആരും രക്ഷപ്പെടാതിരിക്കാൻ വാതിലുകൾ പുറത്തുനിന്നും കൊട്ടിയടയ്ക്കുകയും ചെയ്തതായി പറയുന്നു. കത്തിക്കരിഞ്ഞ ഇവിടെ മൃതദേഹങ്ങൾ അടച്ചിട്ട ആംബുലൻസിലാണ് ബന്ധുക്കൾ സ്വീകരിക്കുന്നത്. ഈ സംഭവമാണ് പിന്നീട് ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത്. എന്തായാലും 50 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ഈ സിനിമ സത്യം തുറന്നു കാണിക്കുകയാണ്. അതാണ് മോദി ഈ സിനിമ കാണാൻ കാരണം. 12th ഫെയിൽ എന്ന സൂപ്പർ ബോളിവുഡ് ഹിറ്റിന് ശേഷം വിക്രാന്ത് മാസെ എന്ന നടൻ നായകനായി എത്തുന്ന സിനിമ കൂടിയാണ് സബർമതി റിപ്പോർട്ട്. മോദിക്കൊപ്പം തിങ്കളാഴ്ച പ്രത്യേക സ്ക്രീനിംഗ് കാണാൻ പോയ അനുഭവം പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നാണ് വിക്രാന്ത് മാസെ പ്രതികരിച്ചത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ നിമിഷമാണ് പ്രധാനമന്ത്രിക്കൊപ്പം സിനിമ കാണാൻ കഴിഞ്ഞതിന്റെ അനുഭവമെന്ന് വിക്രാന്ത് മാസെ പറഞ്ഞു. ഒരു പ്രത്യേക അനുഭവമായിരുന്നു അത്. ഇപ്പോഴും എനിക്കത് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് സന്തോഷമായിരുന്നു എന്ന് വിക്രാന്ത് മാസെ പറയുന്നു. മോദിക്ക് പുറമെ മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരും പ്രദർശനം കാണാൻ എത്തിയിരുന്നു. പാർലമെന്റിലെ ബാലായോഗി ഹാളിലായിരുന്നു പ്രദർശനം. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെ എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരും സിനിമ കാണാൻ എത്തിയിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.